ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജെ കെ മറൈൻ വണ്ടർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മറൈൻ ഫിഷ് ആണ്. സെയിൽഫിൻ ടാങ് എന്ന് പറയും. ഇത് ഇന്ത്യൻ സ്പീഷ്യസ് ആണ്. ഇതിന്റെ തന്നെ ഇമ്പോർട്ട് സ്പീഷ്യസും വരുന്നുണ്ട്. ഇമ്പോർട്ട് വരുന്ന സമയത്തിന് കളറിലും ഷേപ്പിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷാണ്. വൈറ്റ് സ്പോട്ട് വരാൻ ചാൻസ് കൂടുതലുള്ള ഫിഷാണ്. ഫസ്റ്റ് നമ്മൾ ഫ്ലേക്സോ അല്ലെങ്കിൽ മെറൈൻ പെല്ലറ്റ്സോ കൊടുത്ത് ട്രെയിൻ ചെയ്ത് ഫീഡിങ്ങിലോട്ട് കൊണ്ടുവരിക. വലിയ ടാങ്കിലാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിൽക്കുന്നത്. ചെറിയ ടാങ്കാകുമ്പോൾ സ്ട്രെസ് വരാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവരും കെയർഫുൾ ആയിട്ട് ഈ ഫിഷിനെ വളർത്താൻ ശ്രമിക്കുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജെ കെ മറൈൻ വണ്ടർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മറൈൻ ഫിഷ് ആണ്. സെയിൽഫിൻ ടാങ് എന്ന് പറയും. ഇത് ഇന്ത്യൻ സ്പീഷ്യസ് ആണ്. ഇതിന്റെ തന്നെ ഇമ്പോർട്ട് സ്പീഷ്യസും വരുന്നുണ്ട്. ഇമ്പോർട്ട് വരുന്ന സമയത്തിന് കളറിലും ഷേപ്പിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷാണ്. വൈറ്റ് സ്പോട്ട് വരാൻ ചാൻസ് കൂടുതലുള്ള ഫിഷാണ്. ഫസ്റ്റ് നമ്മൾ ഫ്ലേക്സോ അല്ലെങ്കിൽ മെറൈൻ പെല്ലറ്റ്സോ കൊടുത്ത് ട്രെയിൻ ചെയ്ത് ഫീഡിങ്ങിലോട്ട് കൊണ്ടുവരിക. വലിയ ടാങ്കിലാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിൽക്കുന്നത്. ചെറിയ ടാങ്കാകുമ്പോൾ സ്ട്രെസ് വരാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവരും കെയർഫുൾ ആയിട്ട് ഈ ഫിഷിനെ വളർത്താൻ ശ്രമിക്കുക. താങ്ക് യു.